CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അടിയന്തര യോഗം ചേരുകയാണ്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമാകും സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുക. മനീഷ് മഹിപാലും സജോ ദേവസ്യം വിവരങ്ങളുമായി. മനീഷിലേക്ക് ആദ്യം. മനീഷ്, ഇന്ന് 1.25 മണിക്കൂർ നീണ്ടുന്ന വാർത്താ സമ്മേളനമായിരുന്നു ജി സുധാകരൻ നടത്തിയത്. സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനെ പിന്തുണ ഉറപ്പിക്കുന്നുണ്ടോ? സ്മൃതി, നിലവിൽ ജി സുധാകരന്റെ വസതിയിൽ തന്നെയാണ് മാധ്യമങ്ങളെല്ലാം ഉള്ളത്. നമ്മളും അവിടെയാണുള്ളത്. നിലവിൽ UDFന്റെയോ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ജി സുധാകരൻ അറിയിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ വിലയിരുത്തൽ, പാർട്ടി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്, നേരത്തെ 1 വർഷം മുൻപ് തന്നെ ജി സുധാകരൻ ചർച്ച നടത്തി. മാസങ്ങൾക്ക് മുൻപ് KC വേണുഗോപാലും ചർച്ച നടത്തി. പുതിയ യാത്ര ആലപ്പുഴയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ KC വേണുഗോപാലുമായി വീണ്ടും ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു തിരക്കഥയാണ് ജി സുധാകരന്റെ വാർത്താ സമ്മേളനവും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത അത്തരത്തിലുള്ള നീക്കമെന്നാണ്. സാങ്കേതികമായി പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ട് ധാർമ്മികമായി പാർട്ടിക്കെതിരെ, പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് ജി സുധാകരന്റെ വാദം. നിലവിൽ അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഓഫീസായി, പ്രധാനപ്പെട്ട ഓഫീസായി തൂക്കുകുളത്തെ ജി സുധാകരന്റെ ഓഫീസ് പ്രവർത്തിക്കും. മറ്റ് വിശാലമായ ക്യാമ്പയിനോ അല്ലെങ്കിൽ കാർഡടച്ചുള്ള വലിയ പ്രചരണങ്ങളോ ഒന്നും ജി സുധാകരന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ കാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് തന്നെ വീൽ ചെയറിൽ ആയിരിക്കും അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ തന്നെ വേദികളിൽ പോയി പ്രസംഗിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രചരണം എങ്ങനെ നടത്തണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ആലോചന ഇന്നു മുതൽ തുടങ്ങും. മറുവശത്ത് എങ്ങനെ പ്രതിരോധം ശക്തമാക്കണമെന്ന് പാർട്ടി ആലോചിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ പറഞ്ഞതുകൊണ്ട് പ്രത്യാക്രമണം, അതും 63 വർഷം പാർട്ടിയെ നേരിട്ടൊരു നേതാവിന്റെ എങ്ങനെ നടത്തണം നടക്കുമ്പോൾ ആസൂത്രണം ഇപ്പോഴിതാ അമ്പലപ്പുഴ പാർട്ടി ഓഫീസിൽ നടക്കുകയാണ്. അതാണ്